എല്ലാവരും ചവിട്ടുന്ന തറയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ആർക്ക് വേണ്ടി? അല്ലാഹുവിന് വേണ്ടി. അപ്പൊ അല്ലാഹു തആല പരിഗണിക്കും. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് സുജൂദ് ചെയ്യുക. വെറുതെ ഇങ്ങനെ സുജൂദ് ചെയ്യാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സുജൂദിലൂടെ നിങ്ങൾ സ്വർഗം വാങ്ങണം എന്ന് സ്വഹാബത്തിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം വെറുതെ സുജൂദ് ചെയ്യാനല്ല, നിസ്കാരത്തിലായി സുജൂദ് ചെയ്യുക എന്നാണ്. നിസ്കാരത്തിൽ നൃത്തമാണ് ഏറ്റവും കൂടുതൽ ദീർഘിപ്പിക്കേണ്ടത്. വലിയ സൂറത്തുകൾ ഓതി നേരത്തെ പറഞ്ഞിരുന്നു. അതിനാണ് അഫ്ദൽ, ഏറ്റവും പ്രാധാന്യമുള്ളത്. ഒന്നാം നമ്പർ റുക്നിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്. രണ്ടാം സ്ഥാനം സുജൂദിനാണ്. ആ സുജൂദിൽ കിടന്ന് ഒരുപാട് ദുആ ചെയ്യാൻ. അറബിയിലായിരിക്കും, മലയാളത്തിലായിരിക്കും. അപ്പൊ അത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു റുക്നാണ് സുജൂദ് എന്ന് പറയുന്നത്. സുജൂദിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇല്ലെങ്കിൽ നിസ്കാരം ബാത്തിലായിരിക്കും. പലർക്കും നിസ്കാരം കിട്ടാറില്ല സുജൂദ് ശ്രദ്ധിക്കാത്തത് കൊണ്ട്. സുജൂദിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, 7 അവയവങ്ങൾ സുജൂദിൽ നിലത്ത് വെക്കണം. 7 അവയവങ്ങൾ സുജൂദിൽ ഒരേ സമയം നിലത്ത് വെക്കണം. ഒന്ന് നെറ്റിയാണ്. ഈ നെറ്റി അത് തറയിൽ വെക്കണം. 2 കൈ, ഉള്ളം കൈ. അപ്പൊ 3ആയി. രണ്ടിനെയും പരിഗണിക്കുമ്പോൾ 3ആയി. അടുത്തത് 2 കാലിന്റെ മുട്ടാണ്, അത് തറയിൽ വെക്കണം. അപ്പൊ 5ആയി. ഇനി അവസാന 2 കാലിന്റെ വിരലുകളുടെ പള്ള, അതും തറയിൽ കുത്തിയിരിക്കണം. ഒരേ സമയം 7 അവയവവും കൃത്യമായി അവിടെ കുത്തി തുമുകിനീനത്തോടുകൂടെ, നേരത്തെ പറഞ്ഞിരുന്നു അടക്കം അനങ്ങുക എന്നാണ്. അല്ല, അനക്കം അടങ്ങുക എന്നാണ്. അത് ആ അടക്കത്തോടു കൂടെ വളരെ സ്പീഡിലാവരുത്. കോഴി ഇങ്ങനെ കൊത്തുന്നത് പോലെ ആവരുത്. ചില ആളുകളൊക്കെ സുഖിതമായി പെട്ടെന്ന് ഇങ്ങനെ പോയി ആ പാടില്ല. എല്ലാം ഒന്നിച്ച് തറയിലുണ്ടായിരിക്കും. എങ്കിലേ സുജൂദായി പരിഗണിക്കുകയുള്ളൂ. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്.